ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്ത് ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ ആളുടെ വോട്ട് ഡിലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ പറ്റി രാഹുൽ ഗാന്ധി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പരിവഹനൻ വെബ്സൈറ്റ് ഹാക്ക് ചെയ്തിട്ടുണ്ട് എന്ന് ഒരു കസ്റ്റംസ് കമ്മീഷണർ വാർത്താ സമ്മേളനം നടന്നത്. ഈ വാർത്താ സമ്മേളനം തന്നെ ഈ പറയുന്ന എല്ലാ വെബ്സൈറ്റുകളും നാഷണൽ ഇൻഫോർമാറ്റിക് സെൻറ്റർ എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഏജൻസിയാണ് ഈ വെബ്സൈറ്റുകളൊക്കെ ഹോസ്റ്റ് ചെയ്യുന്നത്. അവരുടെ വിശ്വാസത്തിന് ഇതേ ഏജൻസിയാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യുന്നത്, ഇതേ ഏജൻസിയാണ് പരിവഹൻ വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യുന്നത്. ഇതിനൊക്കെ എന്താണ് വിശ്വാസ്യത എന്ന ചോദ്യം സ്വാഭാവികമായിട്ട് വരും. അവിടെ നിർത്തിക്കൊള്ളാൻ പറഞ്ഞാൽ അതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താണ്, വളരെ സ്ക്രിപ്റ്റഡ് ആണ്. ഞാൻ മുമ്പ് പറഞ്ഞ ഓഗസ്റ്റ് മാസത്തിലെ ഈ വാർത്തയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും അദ്ദേഹം എപ്പോഴും പറയുന്നുണ്ട്. ഇതിന് പിന്നിൽ തീവ്രവാദ ബന്ധങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, സ്വർണ്ണക്കടത്തുണ്ട്, ഇതൊക്കെ സ്പൈസി ആക്കുന്നതാണ്, ഈ വാർത്തയെ സ്പൈസി ആക്കുന്നതാണ്. യഥാർത്ഥത്തിൽ വാഹനക്കടത്തുണ്ടെന്നുള്ളത് ശരിയാണ്. അത് കസ്റ്റംസിനും മോട്ടോർ വാഹന വകുപ്പിനും ഒറ്റ ദിവസത്തെ ഒരു കോമ്പിങ് കൊണ്ട് ആ മുഴുവൻ വാഹനങ്ങളും കണ്ടെത്തി പിടിച്ചുകൊണ്ടിരിക്കുക. കാരണം ഇതാരും എന്തോ കള്ളക്കടത്ത് നടത്താൻ ഉപയോഗിക്കുന്നതല്ലേ വാഹനങ്ങൾ, അവരിതൊരു വാനിറ്റി ആയിട്ട് വയ്ക്കുന്നതാണ്. ഞങ്ങളുടെ ഇത്രയും വിൻറ്റേജ് കാറുണ്ട്, അത് വാനിറ്റി ആയിട്ട് അത് കൈവശം വെച്ചിരിക്കുന്നതിന് ചില്ലറ കാരല്ല, നല്ല കാശുള്ള ആൾക്കാർ തന്നെയാണ്, സിനിമാ താരങ്ങളാണ്. അവർക്ക് ഈ വാഹനം പ്രദർശനം ഇത് ഒളിച്ചു വെക്കാൻ വേണ്ടിയല്ല, ഇപ്പോൾ സ്വർണം പോലെ ഒളിച്ചു കൊണ്ട് നോക്കുന്ന സാധനമല്ല, അത് ആളെ കാണിക്കാൻ വേണ്ടിയുള്ള സാധനമാണ്. പിന്നെ അപ്പോൾ ഈ ആളുടെ ഒരു നോട്ടീസ് കൊടുത്തു, വാ ആ വണ്ടി കൊണ്ട് എന്ന് പറഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് പരിഹരിക്കാവുന്ന പ്രശ്നത്തിനാണ് ഇയാൾ എന്ത് ചെയ്യുന്നത്. ഓഗസ്റ്റ് മാസത്തിൽ ഒരു പത്രത്തിന് ഈ ഇൻ്റലിജൻസ് ഇൻപുട്ട് ലീക്ക് ചെയ്തുകൊണ്ടൊരു വാർത്ത കൊടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഓപ്പറേഷൻ നിംഖൂർ എന്ന്. ഇത് ഈ ഓപ്പറേഷൻ നിംഖൂർ ഇന്ത്യ വ്യാപകമായിട്ട് നടന്നൊരു ഓപ്പറേഷനേ അല്ല, ഓൺലി ഇൻ കേരള. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഇവിടെ ഒരു ഓപ്പറേഷൻ്റെ പേരൊക്കെ ഇടുന്നു, അതിനൊരു ഭൂട്ടാനീസ് പേരിടുന്നു. അതിന് വേണ്ടിയിട്ട് പൃഥ്വിരാജ്, ദുൽഖർ സൽമാൻ എന്നീ താരങ്ങളെ തിരഞ്ഞെടുക്കുന്നു. ആ തെരഞ്ഞെടുപ്പിലൊരു പ്രശ്നമുണ്ട്. കാരണം ഈ 200 വാഹനങ്ങൾ വന്നു എന്നാണ് ഇദ്ദേഹം തന്നെ ഈ പ്രസ് സ്റ്റേറ്റ്മെൻറ്റിൽ, പിന്നീട് ഇറക്കിയ പ്രസ് സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത്. എങ്കിൽ അതിൽ 10-24 കണ്ടെടുത്തിട്ടുള്ളൂ, ബാക്കി ഇനിയും കണ്ടെടുക്കാറുണ്ട്. ഈ വാഹനങ്ങൾ മുഴുവൻ ഹോൾഡ് ചെയ്തിരുന്ന ഇവരാണോ, ദുൽഖർ സൽമാനും പൃഥ്വിരാജാണോ? അല്ലല്ലോ, ഈ വാഹനങ്ങൾ പലരുടെ കയ്യിലാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അവിടെ മാത്രം വിസിബിളായിട്ട് അവിടെ മാത്രം റെയ്ഡ് നടക്കുന്നത്? എന്തിനാണ്? എന്തുകൊണ്ട് പൃഥ്വിരാജിൻ്റെ വീട്ടിൽ നിന്ന് കാർ കണ്ടെടുത്തോ? ഇല്ല. പക്ഷേ ഇന്നലെ നമ്മൾ പൃഥ്വിരാജിൻ്റെ വീട്ടിൽ നമ്മൾ പോയി നിൽക്കണ്ടോ, അവിടെ പരിശോധന നടക്കുകയാണെന്ന് പറഞ്ഞത്. എന്തുകൊണ്ടാണത്? കസ്റ്റംസ് പോലീസിനെ അറിയിച്ചു ഞങ്ങളോട് റെയ്ഡ് വരും എന്ന്. പോലീസ് വന്നിട്ട് നോക്കിയിട്ട് തിരിച്ചു പോയി. പൃഥ്വിരാജിൻ്റെ വീട്ടിൽ അങ്ങനെ കാറില്ല, പിന്നെ എന്തിനാണ് പൃഥ്വിരാജിൻ്റെ പേര് ഇതിലേക്ക് വലിച്ചഴിച്ചത്? അങ്ങനെ ഒരു കാറുണ്ടെങ്കിൽ ആ കാർ എവിടെയാണ്? അതിനെക്കുറിച്ച് കസ്റ്റംസ് കമ്മീഷൻ ഇദ്ദേഹം ഇന്നലെ പറഞ്ഞത് അവർ മുഴുവൻ റഡാറിലാണ്. ഇത് റഡാർ എന്ന് പറഞ്ഞാൽ ഇവരെന്തോ കള്ളക്കടത്ത്, ഇവരെന്തോ രാജ്യവിരുദ്ധ ക്രിമിനൽ പ്രവൃത്തി ഈ പൃഥ്വിരാജും ദുൽഖർ സൽമാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാലാണ് ആ മഹാൻ ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പറയുന്നത്. പൃഥ്വിരാജ് എവിടെയാണ് ഈ കാർ ഹോൾഡ് ചെയ്തിട്ടുള്ളത്? എങ്കിൽ ആ കാറിൻ്റെ ഡീറ്റെയിൽസ് ഏത് കാറാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത്? അത് കസ്റ്റംസ് കമ്മീഷണർ പറയണ്ടേ? അപ്പോൾ പൃഥ്വിരാജ് ഈ പേര് ഈ ലിസ്റ്റിൽ വരാൻ രാഷ്ട്രീയമായ കാരണമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദുൽഖർ സൽമാൻ ചിലപ്പോൾ ഒരു കൊളാട്രൽ ഡാമേജ് ആവാനേ സാധ്യതയുള്ളൂ. പൃഥ്വിരാജിനെ ടാർഗറ്റ് ചെയ്താണ് യഥാർത്ഥത്തിൽ ഈ ഓപ്പറേഷൻ നിംഖൂർ വരുന്നത് തന്നെ. അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് കാർ കണ്ടെടുത്തിട്ടുമില്ല. അപ്പോൾ ഇത് കൃത്യമായ, നേരത്തെ സാറ് പറഞ്ഞതുപോലെ ഞാൻ ഈ മനുഷ്യൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ രാവിലെ പോയി നോക്കി. അസൽ ദേശീയവാദിയും ജിങ്കോയിസ്റ്റുമായിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. ഒരു കേന്ദ്ര സർവീസിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ സാധാരണ രീതിയിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രകടിപ്പിക്കേണ്ട ഒരു വിരക്തി ഉണ്ടല്ലോ, അതിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം വൻതോതിൽ ആഹ്ലാദഭരിതനായി കേന്ദ്ര സർക്കാരിൻ്റെ രാഷ്ട്രീയ തീരുമാനങ്ങളെ കാണുകയും അതിൽ ആഹ്ലാദം പ്രകടിപ്പിക്കുകയും ജിങ്കോയിസ്റ്റൊക്കെ ആവുകയും ചെയ്യുന്ന കാര്യങ്ങൾ ഇതിൽ നമുക്ക് കാണാം, അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കാണാം. അപ്പോൾ അങ്ങനെ ഒരു മനുഷ്യൻ്റെ സാധാരണ ഈ കസ്റ്റംസ് കമ്മീഷണർമാരെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേരളം പോലൊരു സ്ഥലത്ത് അവർക്ക് പ്രധാനമായും ചെയ്യാനുള്ളത് സ്വർണ്ണക്കടത്ത് തടയുക എന്നുള്ളതാണ്. നമുക്കറിയാലോ, പ്രധാനമായും സ്വർണ്ണക്കടത്ത് തടയുക എന്നുള്ളതാണ്. അപ്പോൾ ഈ സ്വർണ്ണക്കടത്ത് നടന്ന സമയത്ത്, സ്വപ്ന സുരേഷിൻ്റെ സ്വർണ്ണക്കടത്ത് വിവാദം ഉണ്ടായ സമയത്ത് സുമീത് കുമാർ എന്ന് പറയുന്ന ഒരു കസ്റ്റംസ് കമ്മീഷണറായിരുന്നു. അദ്ദേഹം വലിയ വികാരഭരിതനായിട്ട് എന്തൊക്കെയോ മാധ്യമങ്ങൾ വിളിച്ചു പറയും. പിന്നീട് അദ്ദേഹം അവിടെ സ്ഥലം മാറി പോവുകയും ചെയ്തുകൊണ്ടാണ്. കസ്റ്റംസ് കമ്മീഷണർമാർക്ക് അവർ ചെയ്യേണ്ട ചില പണികളുണ്ട്. ആ പണി വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഫ്രസ്ട്രേഷൻസ് ഉണ്ട്. ആ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടി ചെയ്യുന്ന ചില സെലക്റ്റീവ് ലീക്സ്, ഞാൻ ആ ഓഗസ്റ്റിൽ വന്ന വാർത്തയെ സെലക്റ്റീവ് ലീക്സ് എന്നാണ് പറയുക. അതെങ്ങനെയാണ് ഇത്രയും എന്താണ് വളരെ രഹസ്യാത്മകമായ ഇൻ്റലിജൻസ് ഇൻപുട്ട് ഒരു മാധ്യമത്തിൽ കഴിഞ്ഞ മാസം വാർത്തയായിട്ട് വരുന്നത് എങ്ങനെയാണ് വളരെ പെട്ടെന്ന് അതുവരെ രഹസ്യമായിരുന്ന ഒരു കാര്യം വളരെ പെട്ടെന്ന് ഓപ്പറേഷൻ നിംഖൂർ എന്ന് പറഞ്ഞ ഒറ്റ ദിവസത്തെ റെയ്ഡായിട്ട് ഇത് മാറുന്നത്? അപ്പോൾ ഈ കാണിച്ച് മുഴുവൻ ആ ഉദ്യോഗസ്ഥൻ്റെ ചില വ്യക്തിപരമായ താല്പര്യങ്ങളും രാഷ്ട്രീയമായ താല്പര്യങ്ങളും ആണ് ഇന്നലെ നമ്മൾ ആ വാർത്താ സമ്മേളനത്തിൽ കണ്ടതും ഈ ഓപ്പറേഷൻ നിംഖൂർ എന്ന പേരിൽ കണ്ടത്. അല്ലാതെ ഇതൊരു വലിയ കുറ്റകൃത്യമൊന്നുമല്ല, അത് നമ്മളാദ്യം മനസ്സിലാക്കണം. ഇതൊരൊറ്റ നോട്ടീസിൽ, ഈ മനുഷ്യന്മാർക്ക് കൊടുത്ത ഒരു നോട്ടീസിൽ നിങ്ങൾ ആ വാഹനത്തിൻ്റെ രേഖയുമായി വരൂ, വാഹനം ഹാജരാക്കൂ എന്ന് പറഞ്ഞ് ഒരൊറ്റ ദിവസം കൊണ്ട് നടത്താവുന്ന സ്ക്രീനിങ് മാത്രമാണ് മോട്ടോർ വാഹന വകുപ്പും കസ്റ്റംസ് ചേർന്ന്. പകരം ഇതിനെന്തായി മാർക്കിൻ്റെ ഒരു ഉത്സവമാക്കി അദ്ദേഹം ഇന്നലെ മാറ്റി. പക്ഷേ അതിൽ വന്നൊരു പാളിച്ചയാണ് ഈ പരിവഹൻ വെബ്സൈറ്റിൽ ഹാക്ക് ചെയ്യപ്പെട്ടു എന്ന് അദ്ദേഹം അറിയാതെ പറഞ്ഞു പോയി. അത് മണ്ടത്തരായിരുന്നു. അത് കേട്ട ആൾക്കാർ പറഞ്ഞു നിർത്തിക്കോ എന്ന് പറഞ്ഞു. അതാണ് നമ്മൾ ഇന്നലെ കണ്ടത്.